ആചാരത്തനിമയിൽ ഉത്രാടക്കിഴി സമർപ്പണം നടന്നു. കോട്ടയം വയസ്കര രാജ്ഭവനിലെ സൗമ്യവതി തമ്പുരാട്ടിക്കാണ് ഉത്രാടക്കിഴി കൈമാറിയത്. വയസ്കര രാജ്ഭവനിൽ എത്തി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉത്രാടക്കിഴി നൽകി. രാജഭരണ കാലത്തിന്റെ ഒരു തുടർച്ച ഒക്കെ ഓർമ്മിപ്പിക്കുന്ന നിലയിലാണ് ഈ ഉത്രാടക്കിഴി സമർപ്പണം നടക്കുന്നത്. അതായത് രാജകുടുംബാംഗങ്ങൾക്ക് രാജാവ് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി കിഴി നൽകിയിരുന്നു. ഇത് ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും ആ കിഴി വിതരണം തുടരുന്നത്. വളരെ ചെറിയ തുകയായിരുന്നു, ഏതാണ്ട് 10-14 രൂപ മാത്രമായിരുന്നു നേരത്തെ കിഴി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ഇതൊരു 1001 രൂപയാക്കി ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിപ്പോഴും തുടരുകയാണ്. സാധാരണഗതിയിൽ മന്ത്രിമാരാണ് നൽകാറുള്ളത്. മന്ത്രി VN വാസവൻ ഡൽഹിയിലായതിനാൽ ഇത്തവണ ജില്ലാ കളക്ടർ ജോൺ വി സാമുവലാണ് ഈ ഒരു കിഴി സമർപ്പിച്ചത്. എന്തായാലും വയസ്കര കുന്നിലെ രാജ്ഭവനിലെ സൗമ്യവതി തമ്പുരാട്ടിയാണ് കൊച്ചി രാജകുടുംബാംഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത്, മുതിർന്ന അംഗമായിട്ടുള്ളത്. സൗമ്യവതി തമ്പുരാട്ടിക്കാണ് ഇത്തവണ കിഴി സമർപ്പിച്ചത്. വളരെ സന്തോഷമാണ്. എല്ലാവർക്കും ഓണാശംസകൾ. എനിക്ക് ഈ ഒരു ദിവസം ഉത്രാടം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാരെയും കാണുക, നിങ്ങളുടെ എല്ലാവരുടെയും സംസാരം കേൾക്കുക, ഒരു നാക്കിലൊരു തഴി മധുരം എൻ്റെ കുട്ടികൾ തരിക, അതൊക്കെ വളരെ സന്തോഷമാണ്. ഇതിലും വലിയ സന്തോഷം എനിക്കില്ലാന്ന് പറയാം. അത്രയ്ക്ക് സന്തോഷം എന്റെ മനസ്സിൽ. എന്തായാലും വലിയ സന്തോഷമാണ് ഇപ്പോഴും ഇത് തുടരുന്നതിലും ഈ ഒരു ആഘോഷത്തിലുമെല്ലാം അവർ മാധ്യമങ്ങളോടടക്കം സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു പാരമ്പര്യത്തിന്റെ ഓർമ്മയിൽ ഉത്രാട ദിവസം വർഷങ്ങളായി നൽകി വരുന്നതാണ് ഉത്രാടക്കിഴി. ആ ഒരു ഉത്രാടക്കിഴി സമർപ്പണമാണ് ഇപ്പോഴും ഒരു ആചാരത്തിന്റെ പേരിൽ അത് തുടരുന്നത്. ലോകം